100 ദിവസത്തെ തടി ഉറക്കണ ചലഞ്ചിൽ ഇന്നത്തെ ദിവസം 32. ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ എണീച്ചത് 7:45-ലാണ്. എന്നിട്ട് രാവിലത്തെ പണിയൊന്ന് പല്ലും തേച്ച് കഴിഞ്ഞ് കുളിച്ച് റെഡിയായി രാവിലെ കഴിക്കാനുള്ള ഭക്ഷണം കൊടുത്ത് 2 ദോശയും ചമ്മന്തിയും 2 കോഴിമുട്ടന്റെ വെള്ളി 1 കോഴിമുട്ട ഫുള്ളായിട്ട് എടുത്ത് കഴിച്ച് ഇന്ന് രാവിലത്തെ ഭക്ഷണം ഞാൻ അതിൽ ഒതുക്കി. എന്നിട്ട് വണ്ടി എടുത്ത് നേരെ ഏട്ടൻ ഓഫീസിൽ കൊണ്ടാക്കി നേരെ തിരിച്ചു വന്ന് ഞാൻ ആദ്യം തന്നെ പോയത് ATM-ക്കാണ്. ശേഷം ATM-ന്ന് പൈസ കൊടുത്ത് നേരെ ഞാൻ വീട്ടിലേക്ക് കറി വയ്ക്കാൻ വേണ്ടി കുറച്ച് ചിക്കൻ വാങ്ങാൻ വേണ്ടി ഇവിടെ വന്ന് കുറച്ച് ചിക്കനും വാങ്ങി തിരിച്ച് വീട്ടിൽ പോയിക്കൊണ്ടിരിക്കണം. പോണ വഴിക്ക് നല്ല വെയിലാണ്, കണ്ടില്ല, നെറുക നിലയിലാണ് സൂര്യൻ ഉദിക്കുന്നത്. എന്തായാലും എങ്ങനെയൊക്കെ വീട്ടിലെത്തിയപ്പോഴേക്കും സമയം എന്താ ഉച്ച 1:15. അതുകൊണ്ട് ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം എടുത്തു. ഒരു കയ്യിൽ ചോറ് 8 കഷ്ണം ചിക്കനും. എന്തായാലും അതും കഴിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ ഒരുപാട് പേരുടെ അടുത്ത് പറഞ്ഞു ദിവസം ചിക്കൻ ആടാക്കാൻ വേണ്ടിയിട്ട്. എല്ലാ ദിവസവും ചിക്കൻ മേടിക്കാനുള്ള പൈസ ഒന്നും എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് വല്ലപ്പോഴും ഇങ്ങനെ ചിക്കൻ മേടിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കഴിക്കുന്നത്. എന്തായാലും അതെല്ലാം കഴിച്ചു കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ബോർ അടിച്ചുകൊണ്ട് ഞാൻ നേരെ പോണത് അബീനെ വീട്ടിലേക്കാണ്. അങ്ങനെ അവിടെ എത്തിയത് എന്റെ ഗൾഫിലുള്ള ഒരു കൂട്ടുകാരൻ അബീനെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാനും കുറച്ചു നേരം സംസാരിച്ച് നേരെ ഞാനും അബിയും വീട്ടിൽ നിന്ന് ബോർ അടിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ പോകാൻ ഇപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ വീട്ടിൽ അടയ്ക്ക ചോറ് നമ്പർ ഈ ഒരു പൂച്ച ഒരു കാര്യമില്ലാണ്ട് എന്റെ കയ്യിലും കാലൊക്കെ ദൈകനം കടന്ന് ചൊറിഞ്ഞ് മാന്തിക്കൊണ്ട് നടക്കുകയാണ്. പോരാത്തതിന് ഞാൻ എങ്ങനെയും നടക്കുക അല്ലെങ്കിൽ ഇരിക്കുക എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതേപോലെ ആ പൂച്ച ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ആ പൂച്ചനെ അവിടെ ഒഴിവാക്കിയിട്ട് ഞാനും അബിയും കൂടി വണ്ടിയിൽ വെറുതെ ഒരു കാര്യമില്ലാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അങ്ങനെയെല്ലാം പോയി നേരെ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും സമയം എന്താ രാത്രി കൃത്യം 8 മണിയായി. അതുകൊണ്ട് രാത്രി കഴിക്കാനുള്ള 2.5 കഷ്ണം ചപ്പാത്തിയും കൂടെ ചിക്കനും കൊടുത്ത് അതും കഴിച്ച് ആ ഒരു വിശപ്പിനെ അങ്ങോട്ട് മാറ്റി. പിന്നെ ഞാൻ ഇന്ന് ഈ ഒരു വള്ളിച്ചാട്ടം ഉപയോഗിച്ചിട്ടില്ല, കാരണം കാല് ചെറുതായിട്ട് വേദന എടുക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. എന്തായാലും രാത്രി ഒരു 10:30 ആയതും ഒന്ന് കുളിച്ച് റെഡിയായി ഞാൻ കടന്ന് ഉറങ്ങാൻ പോകണം. അപ്പൊ 100 ദിവസത്തിൽ 32-ാം ദിവസം അങ്ങനെ കഴിഞ്ഞു. നമുക്ക് 33-ാം ദിവസം കാണാം. അതുവരെ ബൈ.